മലപ്പുറം പൊന്നാനിയിൽ CPM-ൽ വീണ്ടും തമ്മിൽ തല്ല. വെളിയംകോട്ടെ CPM പ്രവർത്തകർ എരമംഗലത്തെ CPM പ്രവർത്തകനെ ആക്രമിച്ചു. എരമംഗലം സ്വദേശി ഷബീറിന് ഗുരുതരമായി പരിക്കേറ്റു. എരമംഗലം മുക്കുതല ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് ആക്രമണം. യൂനുസ് അഹമ്മദ് വിവരങ്ങൾ നൽകാനായി. യൂനുസ്, എന്താണ് വീണ്ടും തമ്മിൽ തല്ലിലേക്കൊക്കെ എത്താനുള്ള സാഹചര്യം? ഹനീഷ, വർഷങ്ങളായി പൊന്നാനി CPM-ൽ വലിയ തർക്കങ്ങൾ, വലിയ വിഭാഗീയത തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം എരമംഗലം മുക്കുതല ഉത്സവവുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായത്. നമുക്കറിയാം, രണ്ട് വെളിയങ്കോടും അതോടൊപ്പം തന്നെ എരമംഗലയും രണ്ട് ഭാഗത്തുള്ള CPM പ്രവർത്തകർ അന്ന് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ പിന്നീട് വെളിയങ്കോടത്തെ CPM പ്രവർത്തകർ ഈ എരമംഗലത്തെ DYFI ഓഫീസ് പൂർണ്ണമായി അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഓഫീസും അതോടൊപ്പം തന്നെ കസേരകളും TV-യും അടക്കം പൂർണ്ണമായി തല്ലി തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ 20ഓളം CPM പ്രവർത്തകരെതിരെ വെളിയങ്കോട്ടത്തെ CPM പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ എരമംഗലം സ്വദേശിയായ ഒരു CPM പ്രവർത്തകൻ ഇപ്പോൾ ക്രൂരമായ ഒരു ആക്രമണത്തിന് ഇരയാകുന്നു. CPM പ്രവർത്തകർ, എരമംഗലത്തെ CPM പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ്, ആയുധം കൊണ്ടും അതുപോലെ തന്നെ കമ്പി കൊണ്ടും അടിച്ചു എന്നാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത്. ഈ ഷബീറിനെ ഇപ്പോൾ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തലക്കും നട്ടലിനും സാരമായി പരിക്കേറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായി കാലങ്ങളായി ഇവിടെ ഒരു വലിയ വിഭാഗീയത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ രൂക്ഷമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് പൊന്നാനി. അവിടെ ആ തർക്കത്തിന്റെ തുടർച്ചയാണ് ഈ ആക്രമണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സാരമായി പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രി ചികിത്സ തുടരുകയാണ്. ഇപ്പോൾ പോലീസ് എത്തി അന്വേഷണം നടത്തുന്നുണ്ട്, പരാതി നൽകിയിട്ടുണ്ട്, കേസെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CPM പ്രവർത്തകരാണ്, വെളിയങ്കോട്ട് CPM പ്രവർത്തകരാണ് ആക്രമിച്ചത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഏതായാലും പരാതി കൊടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.